റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കടായി മസാല ഉണ്ടാക്കണം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനേ ഉള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യുമിൻ സീഡ്സ്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഉലുവാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, വലിയ ജീരകം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 വറ്റൽമുളകാണ്. ഇത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകാണ് ഉള്ളതെങ്കിൽ ഒരു 7 8 വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് കറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കൊന്നത് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 നുള്ള് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 നുള്ള് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇത് ഉലുവയുടെ ഇലാണ്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും. എനിക്കിവിടെ കിട്ടുന്ന വെളുത്തുള്ളി ചൈന വെളുത്തുള്ളി ഇല്ലേ, ആ വലിയ അല്ലികളുള്ള, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാടൻ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി എടുക്കുക. അത്യാവശ്യം വലിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഞാനങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സവാള ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡ് കളറാവണ വരെ തന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് അല്ലേ. മലബാർ കടായി ചിക്കൻ, അത് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കടായി ചിക്കനും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി ചിക്കനും രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷേ രണ്ടിൻ്റെയും പേര് ഒന്ന് തന്നെയാണ്, കടായി ചിക്കൻ. പക്ഷേ ഇത് ചിക്കൻ കറീനെക്കാട്ടിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കടായി ചിക്കനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഗോൾഡ് കളറാവണ വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലതായിട്ട് ഗോൾഡ് കളറായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കണം കേട്ടോ സവാള, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടായി മസാല 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ ആ റോസ് സ്മെല്ലെല്ലാം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇത്ര വലിയ സൈസാക്കി കട്ടാക്കിയതിനുള്ള ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ആദ്യം തന്നെ നിങ്ങൾക്ക് തക്കാളി ഇതുപോലെ എടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒന്നെങ്കിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ തക്കാളി ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ആക്കിയെടുക്കാം, അങ്ങനെയും ചേർക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു എളുപ്പപ്പണിയാണ്, ഇതുപോലെയും ചെയ്തെടുക്കാം. ഇതിൻ്റെ തക്കാളീൻ്റെ തൊലി ഒന്ന് റിമൂവ് ആക്കണം, അതാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ തൊലി റിമൂവ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് തൊലി റിമൂവ് ആക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട്. ഇപ്പോൾ ദാ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ തക്കാളീൻ്റെ തൊലി ഒന്ന് റിമൂവ് ആക്കിയെടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് വരും. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതേ രീതിയിലൊന്ന് ചെയ്യുക. ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ
തക്കാളി ഇട്ടതിന് ശേഷം അതിൻ്റെ തൊലി റിമൂവ് ആക്കിയിട്ട് അതൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തക്കാളി അരച്ചിട്ടും ചേർക്കാം. തക്കാളി ഡയറക്റ്റായിട്ട് അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ റോ സ്മെല്ലും ടേസ്റ്റും പോകാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതേ രീതിയിൽ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തക്കാളി ഉടച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം പുളി നോക്കിയിട്ട്. ഇതധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല. കാരണം തൈര് ചേർത്തിട്ടേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിലുള്ളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമാണ് ആ ഒരു രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഞാൻ 850 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില തന്നെ ഇട്ട് കൊടുക്കാം. മല്ലിയില നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ അതാ ചിക്കൻ കുക്ക് ആവാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കാരണം ചിക്കൻ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ മാത്രമല്ലേ ഇത് വേവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് നോക്കണേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെനിക്ക് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇക്ക പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ദാ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2-3 നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം സവാളയും കൂടെ ക്യൂബാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കടായി ചിക്കൻ ശരിക്കുള്ള യഥാർത്ഥ ടേസ്റ്റായിട്ട് മാറുന്നത്. കാരണം ക്യാപ്സിക്കം ഇതിലിടുമ്പോഴാണല്ലോ കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് മാറുക. റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റായിട്ട് മാറും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ആ ക്രിസ്പിനെസ് പോവാതെ വേണം കേട്ടോ വാട്ടിയെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതിയേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കടായി മസാലയാണ്. 3/4 ടേബിൾ സ്പൂൺ കടായി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടായി മസാല അത്യാവശ്യം നല്ലോണം ഇടണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അതാ കറിയൊക്കെ ഏകദേശം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കടായി ചിക്കൻ നല്ല മണമാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത മണമാണ്. കസൂരി മേത്തിൻ്റെയും കടായി മസാലേൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാനൊരു തക്കാളീൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കനാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്. അത്രയ്ക്ക് രുചിയാണ്. ഞാൻ അത്രയ്ക്ക് ഉറപ്പ് തരാണ് നിങ്ങൾക്ക്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അതിപ്പോൾ ഏത് കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്